ഹായ് ഓൾ, ഇന്റഗ്രൽ ഇൻഫിനിറ്റി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ വഴി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാത്തമാറ്റിക്സിന്റെ ചില അടിസ്ഥാന ആശയങ്ങൾ, SCERT, NCERT മാത്സ് ടോപ്പിക്സ്, PSC മാത്സ് പ്രിപ്പറേഷൻ, അതുപോലെ ചില പൊതുവായ PSC ടോപ്പിക്സ് എന്നിവയാണ്. PSC പോലുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും മാത്തമാറ്റിക്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ഈ ചാനൽ ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നാം ആരംഭിക്കുന്നത് മാത്തമാറ്റിക്സിന്റെ അടിസ്ഥാനമായ ഒരു ഭാഗമാണ്, സംഖ്യാലോകം. അതെ, ദ വേൾഡ് ഓഫ് നമ്പേഴ്സ്. ഇതിൽ പലതരം സംഖ്യകളെ ഞാൻ ആദ്യമൊന്ന് പരിചയപ്പെടുത്താം. വരും ക്ലാസ്സുകളിൽ ആ സംഖ്യകളെക്കുറിച്ചും അവയുടെ മായിക ലോകത്തെക്കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നാം അറിഞ്ഞോ അറിയാതെയോ സംഖ്യകളെ കൂട്ടുപിടിക്കാറുണ്ട്. നമ്മുടെ ഫോണിലെ ഫോൺ നമ്പർ, സമയം നോക്കുന്ന ക്ലോക്ക്, പണം എണ്ണുന്നത്, പിന്നെ നമ്മുടെ പ്രായം, നമ്മുടെ സ്കൂളിലെ മാർക്ക്, നാം ഓരോ ദിവസവും സഞ്ചരിക്കുന്ന ദൂരം, താണ്ടുന്ന സ്റ്റെപ്പുകൾ തുടങ്ങി എല്ലാം സംഖ്യാമയമാണ്. ഗണിതത്തിന്റെ രാജകുമാരനായ കോൾ ഫെഡറിക് ഗൗസ് മാത്തമാറ്റിക്സിനെ കുറിച്ചും അരിത്മെറ്റിക്കിനെ കുറിച്ചും പറയുന്നത് നമുക്ക് നോക്കാം. മാത്തമാറ്റിക്സ് ഈസ് the queen of sciences and arithmetic is the queen of mathematics. അതായത് ശാസ്ത്രങ്ങളുടെ റാണിയാണ് ഗണിതശാസ്ത്രം, അങ്കഗണിതം എന്നത് ഗണിതത്തിന്റെ റാണിയുമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് അരിത്മെറ്റിക് അഥവാ അങ്കഗണിതം? സംഖ്യകളെ കൂട്ടുകയും കുറയ്ക്കുകയും ഗുണിക്കുകയും ഭാഗിക്കുകയും ചെയ്യുന്ന ഗണിത ശാഖയാണ് അങ്കഗണിതം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ സംഖ്യകളെ കുറിച്ച് പഠിക്കേണ്ടത് നമുക്ക് വളരെയധികം ആവശ്യമുള്ള കാര്യം തന്നെയല്ലേ? ഓരോ തരം സംഖ്യകളെ കുറിച്ച് നമുക്കിനി നോക്കാം. മനുഷ്യൻ ആദ്യം പഠിച്ചത് കൗണ്ടിംഗ് ആയിരുന്നു. 1, 2, 3 എണ്ണാൻ തുടങ്ങിയതാണ് മാത്തമാറ്റിക്സിന്റെ തുടക്കം. എണ്ണാൻ ഉപയോഗിക്കുന്ന ഇത്തരം സംഖ്യകളെയാണ് നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇവയെ നമുക്ക് ക്യാപിറ്റൽ N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. അപ്പൊ ക്യാപിറ്റൽ N എന്ന് ഗണിതശാസ്ത്രത്തിൽ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ എണ്ണൽ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സിനെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഭാരതീയർ, പ്രത്യേകിച്ച് ബ്രഹ്മഗുപ്തൻ, ആര്യഭടൻ എന്നിവരെ പോലുള്ള ഗണിത ശാസ്ത്രജ്ഞരുടെ പ്രവർത്തനങ്ങൾ ലോകത്തിന് 0 എന്ന അക്കം സംഭാവന നൽകി. നാച്ചുറൽ നമ്പേഴ്സ് അഥവാ എണ്ണൽ സംഖ്യകൾക്ക് ഒപ്പം 0 കൂടി ചേർന്നതോടെ നമുക്ക് പുതിയ ഒരു കൂട്ടം സംഖ്യകൾ ലഭ്യമായി. അവയെ ഹോൾ നമ്പേഴ്സ് അഥവാ അഖണ്ഡ സംഖ്യകൾ എന്ന് വിളിക്കുവാനും തുടങ്ങി. ഇതിന്റെ ആദ്യ ലെറ്ററായ W ഉപയോഗിച്ച് ഹോൾ നമ്പേഴ്സിനെ നമുക്ക് സൂചിപ്പിക്കാം. ഗണിത പുസ്തകത്തിൽ സംഖ്യകളെ സൂചിപ്പിക്കുവാൻ W ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഹോൾ നമ്പേഴ്സ് ആണെന്ന കാര്യം നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. പൂജ്യത്തിനും താഴെയുള്ള തണുപ്പ്, സമുദ്രനിരപ്പിന് താഴേക്കുള്ള ദൂരം തുടങ്ങിയവ കണക്കാക്കുമ്പോൾ 0നും താഴെയുള്ള ചില സംഖ്യകൾ നമുക്ക് ആവശ്യമായി വന്നു. അങ്ങനെ 0ന് താഴെയുള്ള സംഖ്യകളെ ഒരു ന്യൂനചിഹ്നം അഥവാ നെഗറ്റീവ് സൈൻ ഉപയോഗിച്ച് എഴുതുവാനും അവയെ നെഗറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂനസംഖ്യകൾ എന്ന ചെല്ല പേരിട്ട് വിളിക്കുവാനും തുടങ്ങി. 0ന് താഴെയുള്ളവരെല്ലാം ന്യൂനസംഖ്യകളാണെങ്കിൽ 0ന് മുകളിലുള്ളവരെല്ലാം അതിസംഖ്യകൾ അഥവാ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്.
അങ്ങനെ പൂജ്യവും അതിസംഖ്യകളും ന്യൂനസംഖ്യകളും ഇവരെല്ലാം ചേർന്ന ഗ്രൂപ്പിനെ നമ്മൾ ഇന്റിജേഴ്സ് അഥവാ പൂർണ്ണസംഖ്യകൾ എന്ന് വിളിച്ചു. സംഖ്യകൾ എന്നർത്ഥം വരുന്ന സാലൻ എന്ന ജർമ്മൻ വാക്കിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഇസഡ് ഇന്റിജേഴ്സിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരമായി മാറി. ഇസഡ് കണ്ടു കഴിഞ്ഞാൽ ഇന്റിജേഴ്സ് ആണെന്ന് മറക്കല്ലേ. അടുത്ത കൂട്ടം സംഖ്യകളാണ് റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നക സംഖ്യകൾ. രണ്ട് പൂർണ്ണസംഖ്യകളുടെ അനുപാതമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് റാഷണൽ നമ്പേഴ്സ് അഥവാ ഭിന്നക സംഖ്യകൾ. ഒരു സംഖ്യയെ p/q എന്ന രൂപത്തിൽ q പൂജ്യമല്ലാതെ എഴുതുവാൻ കഴിഞ്ഞാൽ അത് ഒരു റാഷണൽ നമ്പർ ആകുന്നു. അതിൽ p യെ അംശം അല്ലെങ്കിൽ ന്യൂമറേറ്റർ എന്നും q-വിനെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എന്നും വിളിക്കാം. അതുകൂടാതെ ഇവയെ ദശാംശ രൂപത്തിലും നമുക്ക് എഴുതുവാൻ കഴിയുന്നതാണ്. കോഷ്യന്റ് എന്ന വാക്കിൽ നിന്നും വന്ന q-വിനെ റാഷണൽ നമ്പേഴ്സിനെ സൂചിപ്പിക്കാനുള്ള അക്ഷരമായി കണക്കിലുടനീളം നാം ഉപയോഗിക്കാറുണ്ട്. ഇനി ഇറാഷണൽ നമ്പേഴ്സ് ആണ്. റാഷണൽ നമ്പേഴ്സായി എഴുതാൻ കഴിയാത്ത അല്ലെങ്കിൽ p/q എന്ന രീതിയിൽ എഴുതാൻ കഴിയാത്ത സംഖ്യകളെ നാം ഇറാഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അഭിന്നക സംഖ്യകൾ എന്ന് വിളിക്കുന്നു. അതിൽപ്പെട്ട 4 സംഖ്യകളെയാണ് തന്നിരിക്കുന്നത്. ഇനിയും അനേകം സംഖ്യകളുണ്ട്. അതിനെ പോകെ പോകെ നമുക്ക് പഠിക്കാം. ആദ്യത്തെ പൈ ആണ്. ഒരു വൃത്തത്തിന്റെ ചുറ്റളവിനെ അതിന്റെ വ്യാസം കൊണ്ട് ഭാഗിച്ചാൽ കിട്ടുന്ന കോൺസ്റ്റന്റ് ആണ് പൈ എന്ന് പറയുന്നത്. അതിന്റെ വില ഏകദേശം 3.1415 ആണ്. ഇതിന്റെ വില കൃത്യമായി നമുക്ക് കണക്കാക്കുവാൻ സാധിക്കില്ല. ഏകദേശ വിലയെ നമുക്ക് കണ്ടുപിടിക്കാനാകൂ. അതുപോലെ തന്നെയാണ് മറ്റ് ഇറാഷണൽ നമ്പേഴ്സിന്റെയും. അടുത്തത് 5 ആണ്. അതിനെ ഗോൾഡൻ റേഷ്യോ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. പിന്നീടുള്ളത് ഇ ആണ്. അതിനെ ഓയിലർ നമ്പർ എന്ന് പറയാറുണ്ട്. കൂടാതെ നാച്ചുറൽ ലോഗരിതത്തിന്റെ ബേസ് ആണ് ഇ എന്ന് പറയുന്നത്. മറ്റൊന്ന് √2 ആണ്. √2 മാത്രമല്ല √3ഉം √5ഉം അങ്ങനെ മറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ √2 എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ബേസും 1 സെന്റിമീറ്റർ ഹൈറ്റുമുള്ള ഒരു മട്ട ത്രികോണത്തിന്റെ കർണത്തിന്റെ നീളമാണ്. ഇങ്ങനെയുള്ള ചില സംഖ്യകളെ കുറിച്ച് നമുക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കാനുമുണ്ട്. 9ാം ക്ലാസ്സിന്റെ പോർഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ വ്യക്തമായി ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. റാഷണൽ നമ്പേഴ്സ്, ഇറാഷണൽ നമ്പേഴ്സ് ഇവ രണ്ടും ചേർന്ന് ഒരു വലിയ സംഖ്യാ വിഭാഗമാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇതിനെ R എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. നാം ഇന്ന് ഉപയോഗിക്കുന്ന ഏകദേശം എല്ലാ സംഖ്യകളും ഇതിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ റാഷണൽ നമ്പേഴ്സിനെയും ഇറാഷണൽ നമ്പേഴ്സിനെയും ഒരുമിച്ച് ചേർത്തു കഴിഞ്ഞാൽ നമുക്ക് റിയൽ നമ്പേഴ്സ് കിട്ടുന്നു. അടുത്ത ഒരു കൂട്ടം സംഖ്യകളാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഞാൻ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഒരേ ചിഹ്നമുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ ഒരു അതിസംഖ്യ കിട്ടുമെന്നറിയാം. എങ്കിൽ ഏത് രണ്ട് സംഖ്യകൾ ഗുണിച്ചാലാണ് നമുക്ക് -1 കിട്ടുന്നത്? യുടെ ഉത്തരം 1 ഗുണം -1 ആയിരിക്കാം. എങ്കിൽ മറ്റൊരു ചോദ്യം കൂടെ. ഏത് രണ്ട് ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാലാണ് നമുക്ക് -1 കിട്ടുന്നത്?
ഉത്തരം കിട്ടാൻ പാടാണല്ലേ. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നാം I എന്ന സാങ്കല്പിക രൂപം ഉപയോഗിച്ച് തുടങ്ങിയത്. I എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -1ന്റെ വിലയായി നാം സങ്കല്പിക്കുന്നു. അതായത് അതൊരു ഇമാജിനറി നമ്പർ അല്ലെങ്കിൽ സാങ്കല്പിക സംഖ്യയാണ്. അതുകൊണ്ട് ഇമാജിനറി നമ്പർ എന്ന രീതിയിൽ I എന്ന് കൊടുക്കുന്നു. I into I എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇങ്ങനെ Iയും കൂടെ ചേർത്തെഴുതുന്ന സംഖ്യകളെയാണ് നാം കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ സാധാരണ രൂപം എന്ന് പറയുന്നത് A+BI എന്ന രൂപത്തിലാണ്. ഒരു ഉദാഹരണം 10+2i. ഇതിൽ 10 എന്ന് പറയുന്ന ഭാഗത്തെ നമ്മൾ റിയൽ പാർട്ട് എന്നും I വരുന്ന 2 എന്ന് പറയുന്ന പാർട്ടിനെ നമ്മൾ ഇമാജിനറി പാർട്ട് എന്നും പറയും. അപ്പോൾ റിയൽ പാർട്ട് 10ഉം ഇമാജിനറി പാർട്ട് 2ഉം. A+BIയിലെ റിയൽ പാർട്ട് Aയും ഇമാജിനറി പാർട്ട് Bയുമാണ്. ഇതാണ് ജസ്റ്റ് കോംപ്ലക്സ് നമ്പർ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു വെക്കാനുള്ളത്. കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പോകെ വളരെ വ്യക്തമായി പഠിക്കാം. അത് ഈ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്താൽ ഇത് വളരെ വലിയ ലെങ്തി ക്ലാസ് ആയി പോകും. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്തത് പ്രൈം നമ്പേഴ്സ് ആണ്. നിങ്ങളിൽ പലർക്കും പ്രൈം നമ്പേഴ്സ് സുപരിചിതമായിരിക്കാം. എന്നാലും ഞാൻ പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നും ആ സംഖ്യയും മാത്രം കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഒന്നിനേക്കാളും വലിയ സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് പ്രൈം നമ്പേഴ്സ് ആകാൻ ഒരു സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആ സംഖ്യ കൊണ്ടും ഒന്നും കൊണ്ട് മാത്രമേ നമുക്ക് ആ സംഖ്യയെ നിശേഷം ഹരിക്കാൻ സാധിക്കൂ. ഒരു ഉദാഹരണം, ഞാൻ 3 എന്ന് പറയുന്ന സംഖ്യ എടുക്കുന്നു. 3നെ നമുക്ക് 1 കൊണ്ടും ഭാഗിക്കാം, അതുപോലെ 3 കൊണ്ടും ഭാഗിക്കാം, നിശേഷം ഭാഗിക്കാം. അതാണ് പ്രധാനപ്പെട്ട കാര്യം, നിശേഷം ഭാഗിക്കണം. അതായത് നമുക്ക് ശിഷ്ടം 0 കിട്ടണം. ഇനി ഞാൻ 4 എടുക്കുന്നു. 4നെ നമുക്ക് 1 കൊണ്ട് ഭാഗിക്കാം, 4 കൊണ്ട് ഭാഗിക്കാം, കൂടാതെ 2 കൊണ്ടും ഭാഗിക്കാം നിശേഷമായി. അങ്ങനെ വരുമ്പോൾ അത് പ്രൈം നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 4നെ നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ കൂട്ടത്തിൽ പെടുത്തില്ല. അങ്ങനെയുള്ളവർ കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയി മാറും. അപ്പോൾ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 കൊണ്ടും ആ സംഖ്യ കൊണ്ട് മാത്രം നിശേഷം ഹരിക്കാൻ സാധിക്കുന്ന ഒന്നിനേക്കാൾ വലിയ സംഖ്യയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം, 1 പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് ആണോ? സംശയിക്കേണ്ട, 1 പ്രൈം നമ്പറുമല്ല കോമ്പോസിറ്റ് നമ്പറുമല്ല. ഓക്കെ, അങ്ങനെ പ്രൈം നമ്പേഴ്സ് അല്ലാത്തവരെ എല്ലാം നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്ന ഒരു കൂട്ടത്തിൽ പെടുത്തും. ഇനി 1 തൊട്ട് 100 വരെയുള്ള സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 25 പ്രൈം നമ്പേഴ്സ് ഉണ്ടെന്നാണ് കണക്ക്. അത് നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. ചെയ്തു നോക്കി 25 എണ്ണം ഉണ്ടോ എന്ന് ഒന്ന് കണ്ടുപിടിക്കൂ. എന്തായാലും ഈ പ്രൈം നമ്പേഴ്സും പ്രൈം അല്ലാത്ത നമ്പേഴ്സും കൂടെ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പഠിച്ച നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ കൂട്ടം കിട്ടും. അതുകൂടാതെ 2 എന്ന് പറയുന്നത് ഏറ്റവും ചെറുതും കൂടാതെ കൂട്ടത്തിൽ ഇരട്ടയുമായിട്ടുള്ള അല്ലെങ്കിൽ ഈവൻ നമ്പറുമായിട്ടുള്ള ഒരേ ഒരു പ്രൈം നമ്പറും കൂടെയാണ്. ഇത്രയും നേരം നാം പലതരം നമ്പേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. എങ്കിലൊന്ന് ചോദിക്കട്ടെ, എന്തിനാ ഈ നമ്പേഴ്സിനെ കുറിച്ച് പഠിക്കുന്നത്? അല്ലാതെ ആദ്യമേ തന്നെ കൂട്ടിയും കുറച്ചും തുടങ്ങിയാൽ പോരെ? പോരാ. നമ്മൾ മലയാളം പഠിക്കുമ്പോഴോ ഇംഗ്ലീഷോ ഹിന്ദിയും പഠിക്കുമ്പോഴോ ഒക്കെ ആദ്യം അക്ഷരങ്ങൾ എഴുതി തറവാക്കിയതിനു ശേഷമേ വാക്കുകളിലേക്ക് കടക്കാറുള്ളൂ. അതിനുശേഷമേ സെന്റൻസിലേക്ക് കടക്കാറുള്ളൂ. അതിനുശേഷമേ വലിയ വലിയ പാരഗ്രാഫ്സ് എഴുതാറുള്ളൂ. ഇതുപോലെ തന്നെയാണ് കണക്കിന്റെയും. ആദ്യം കണക്കിന്റെ അടിസ്ഥാനമായ നമ്പേഴ്സ് പഠിക്കണം. അതിനുശേഷമേ കുഞ്ഞു കുഞ്ഞു കണക്കിലൂടെ വളരെ സങ്കീർണമായ കണക്കുകൾ പോലും നമുക്ക് വളരെ ഈസിയായി ഞൊടിയിടയിൽ ചെയ്യാൻ സാധിക്കൂ.
നമ്പേഴ്സ് വെറും സിംബൽസ് മാത്രമല്ല, അവയാണ് മാത്തമാറ്റിക്സിന്റെ ഭാഷ. നമ്പേഴ്സ് മനസ്സിലാക്കിയാൽ മാത്സ് വളരെ ഈസിയാണ്. അപ്പൊ എല്ലാവരും നമ്പേഴ്സിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുമല്ലോ. ഇന്റഗ്രൽ ഇൻഫിനിറ്റിക്കൊപ്പം ബേസിക് കോൺസെപ്റ്റ് മുതൽ ഇൻഫിനിറ്റി വരെ പഠിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സ് ആയി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.